സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത്, ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാനബോധത്തോടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സുന്നികളിൽ 2 ഗ്രൂപ്പുണ്ട്, മുജാഹിദുകളിൽ 2 വിഭാഗം. സുന്നികളിൽ AP വിഭാഗം സംഗതി അവര് എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ്. ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദുകളുമുണ്ട്. ഈ മാർഗത്ത് നിന്ന് ഔട്ടായിപ്പോയ 2 കൂട്ടരുണ്ട്, സൈഡായിപ്പോയി. വലിയ വട്ടിയൊക്കെ വരുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരൊക്കെ റോഡിന്റെ പോണെന്നങ്ങ് സൈഡിലേക്ക് ഇളകി പോകുന്ന രീതി കാണില്ലേ? അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ 2 കൂട്ടർ സൈഡായിപ്പോയി. ഒന്ന് EK ഗ്രൂപ്പും മറ്റൊന്ന് മടവൂർ ഗ്രൂപ്പും. അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ? റോഡ് സൈഡിലുള്ള പുല്ലും ചപ്പുമൊക്കെ വാരിയിട്ട് റോഡ് മേലിട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് കയറ്റാൻ ശ്രമിക്കരുത്. അതുപോലെ കിട്ടിയതാണ് ജിന്ന്. ഒന്ന് റോഡിലേക്ക് കയറണം. അപ്പൊ ഈ ജിന്നെന്ന പുല്ല് വലിച്ചിട്ട് കയറാൻ പറ്റുമെന്നാണ് 2 കൂട്ടരും സംയുക്തമായി ആലോചിച്ചത്. നടന്നില്ല, എവിടെയും കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ, സംവാദം നടത്തിയത് ഒന്ന് നമ്മളാണ്, മുജാഹിദികളാണ്, മറ്റൊന്ന് AP വിഭാഗം സുന്നികളുമാണ്. നമ്മളെക്കാൾ അധികം ഇതിനെപ്പറ്റി വർത്താനം പറഞ്ഞ് നടക്കുന്നത് ഈക്കക്കാരും മടവൂരികളുമാണ്. മുജാഹിദീങ്ങൾ AP സുന്നികളുമായിട്ട് എത്ര വാദപ്രയോഗം നടന്നു, പക്ഷെ ഒറ്റതിന് ബലം കിട്ടുന്നുണ്ടോ? എത്ര സംവാദങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ നടന്നപ്പോ ഒന്നിന് പോലും ഈ കാസിമീൻ കൂട്ടറിൽ അതിനൊന്നു പോലെ കൊണ്ട് കഴിയൂല. ഇതിങ്ങനെ ആളല്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുക, അവനാന കൗമിനെ കൊണ്ടുവന്ന് തക്ബീർ ചെല്ലാൻ ഭാഗമാക്കി നിർത്തി അവിടെ ഇങ്ങനെ വല്ല ആളെ ഷെയ്ഖുനായി സോഫി ചാരിരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂസ് നോക്കി ഇങ്ങനെ വയല് പറയാ. പുത്തൻവാദികളെ എതിർത്തു തോൽപ്പിക്കാൻ രൂപീകരിച്ച സമസ്തയുടെ പേര് ആർക്കാണ് അർഹതയെന്ന് പ്രേക്ഷകരെ നിങ്ങൾ